നമസ്കാരം. കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. 2025 നവരാത്രിയുടെ 5ാം നാൾ വരുന്നത് സെപ്റ്റംബർ 26 വെള്ളിയാഴ്ചകളിൽ ദേവിയെ പൂജിക്കുന്നതും അർച്ചിക്കുന്നതും നമ്മളുടെ ജീവിതത്തിൽ സകല ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് വിശ്വാസം. നവദുർഗയുടെ അംശത്തെയാണ് വഴിപെടുന്നു എങ്കിൽ നവരാത്രിയുടെ 5ാം നാൾ നമ്മൾ വഴിപെടേണ്ടത് സ്കന്ദമാതയാണ്. അതായത് കാർത്തികേയൻ്റെ അമ്മ. സ്കന്ദമാതയ്ക്ക് മഞ്ഞൾ നിറത്തിലുള്ള റോസാപ്പൂക്കൾ കൊണ്ടോ മഞ്ഞൾ നിറപ്പൂ കൊണ്ടോ അർച്ചിക്കാവുന്നതാണ്. സ്കന്ദമാതയ്ക്ക് നിവേദ്യമായി വാഴപ്പഴം വെച്ച് അർച്ചിക്കാവുന്നതാണ്. നമ്മൾ ഉടുക്കേണ്ട വസ്ത്രം പച്ച നിറത്തിലായാൽ നല്ലത്. സ്കന്ദമാതയെ ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പുതിയ ഒരു ആരംഭവും സന്തോഷവും സമാധാനവും കിട്ടും എന്നാണ് വിശ്വാസം. നിങ്ങൾ അംബികയുടെ അംശത്തെയാണ് വഴിപെടുന്നത് എങ്കിൽ നവരാത്രിയുടെ 5ാം ദിവസം നിങ്ങൾ വൈഷ്ണവി ദേവിയെയാണ് ആരാധിക്കേണ്ടത്. വൈഷ്ണവി ദേവിക്ക് പാരിജാതപ്പൂവോ മനോരഞ്ജിതപ്പൂവോ രാമതുളസിയോ വെച്ച് അർച്ചിക്കാവുന്നതാണ്. ദേവിക്ക് നിവേദ്യത്തിനായി തൈര് സാദമോ കടലപ്പരിപ്പ് ചുണ്ടലോ മാതുളം പഴമോ വെച്ച് പൂജിക്കാവുന്നതാണ്. വൈഷ്ണവി ദേവിയെ ആരാധിക്കുന്നവർ നവരാത്രിയുടെ 5ാം ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ദേവിയെ ആരാധിക്കുന്നത് നല്ലതാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം പോലെ ദേവിയെ പ്രാർത്ഥിച്ച് പൂജിക്കുക. എല്ലാവർക്കും സകല ഐശ്വര്യവും സകല സൗഭാഗ്യവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.